ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ച് ബംഗ്ലാദേശ് മത ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി. തിരുവനന്തപുരത്ത് ഇന്ന് വൈകിട്ട് പ്രസ് ക്ലബ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രകടനം രക്തസാക്ഷി മണ്ഡപത്തിൽ സമാപിക്കും. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം പ്രജിത്തിലേക്ക്. പ്രജിത്ത്, കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് ബംഗ്ലാദേശ് മത ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുന്നുണ്ട്. തിരുവനന്തപുരത്ത് എപ്പോഴായിരിക്കും പ്രതിഷേധ പ്രകടനം നടക്കുക? വിവരങ്ങൾ. വൈകുന്നേരം 5 മണിയോടെയാണ് തിരുവനന്തപുരത്തെ ഈ പ്രതിഷേധ പ്രകടനം ആരംഭിക്കുക. സെക്രട്ടേറിയറ്റിന് പിന്നിൽ പ്രസ് ക്ലബിനടുത്ത് നിന്നായിരിക്കും പ്രതിഷേധ പ്രകടനം ആരംഭിക്കുന്നത്. പിന്നീട് അത് രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരു പൊതുയോഗവും ഉണ്ടാകും. അതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സാംസ്കാരിക സംഘടനാ നേതാക്കളൊക്കെ പങ്കെടുക്കും, പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കും, സാംസ്കാരിക നായകന്മാരൊക്കെ പങ്കെടുക്കും. സംഘടനാ നേതാക്കളൊക്കെ പങ്കെടുക്കും, പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കും, സാംസ്കാരിക നായകന്മാരൊക്കെ പങ്കെടുക്കും. വലിയൊരു പരിപാടിയായി തന്നെയാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹൈന്ദവ വേട്ടയ്ക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ രാജ്യത്തെമ്പാടും ഉണ്ടാകുന്ന വലിയ പ്രതിഷേധങ്ങൾ, അതിൻ്റെ അനുരണനങ്ങളാണ് ഇന്നു മുതൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അത്ര വലിയ പരിപാടികൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടാണ് ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും ഒക്കെ ഇത്തരത്തിൽ അരങ്ങേറുന്നത്. നമ്മളിതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ അവഗണിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ് ഇന്നുണ്ടാകുന്ന ഈ പ്രതിഷേധ യോഗങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ എന്നുള്ളത്. കാരണം ഹൈന്ദവപരമായിട്ടുള്ള വിശ്വാസികളെ അല്ലെങ്കിൽ ന്യൂനപക്ഷ ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന മതവിഭാഗത്തിൻ്റെ മാത്രം ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മാത്രം വലിയ പ്രാധാന്യം കൊടുക്കുന്ന സർക്കാരും പ്രതിപക്ഷ പാർട്ടിയും ഭരിക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിയുമാണ് കേരളത്തിലുള്ളത്. പ്രത്യേകിച്ച് ഇസ്രായേലുമായി ബന്ധപ്പെട്ട പലസ്തീനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പലസ്തീന് പിന്തുണ അർപ്പിച്ചുകൊണ്ടും ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടും കേരളത്തിൽ വലിയ രീതിയിലുള്ള സെമിനാറുകളും റാലികളും പൊതുസമ്മേളനങ്ങളും ഒക്കെ ഉണ്ടായി. സർക്കാരും പ്രതിപക്ഷവും ഒക്കെ ഒത്തുചേർന്ന് നിന്നുകൊണ്ട് പലസ്തീനും ഹമാസിനും പിന്തുണ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അന്ന് വീഴ്ത്തിയ കണ്ണീരിൻ്റെ ഒരു അംശം പോലും ഇന്ന് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഹൈന്ദവരും സിഖുകാരും ക്രിസ്ത്യാനികളും ഒക്കെ വലിയ രീതിയിലുള്ള വേട്ടയാടലിന് ഇരയാകുമ്പോൾ, അവരുടെ മതസ്ഥാപനങ്ങൾ തച്ചു തകർക്കപ്പെടുമ്പോൾ, അവരുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുമ്പോൾ, അവരുടെ സ്ഥലങ്ങൾ കയ്യേറുമ്പോൾ, അവരെ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കുമ്പോൾ, അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം പോലും നൽകാത്ത സമയത്ത് ഇത്തരത്തിൽ വലിയ ഒരു വംശഹത്യ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കേരളത്തിലെ സാധാരണഗതിയിൽ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ പലസ്തീനിലോ വിഷയങ്ങളിൽ വലിയ പ്രതികരണങ്ങൾ നടത്തുന്ന സാംസ്കാരിക നായകരോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോ സർക്കാരോ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താത്തത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ആ പ്രതിഷേധം തന്നെയാണ് ഇത്തരത്തിലൊരു ജില്ലാ കേന്ദ്രങ്ങൾ തോറും ഈ രീതിയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഒരുപറ്റം സാംസ്കാരിക സംഘടനകളെയും ഹിന്ദുത്വ സംഘടനകളെയും ഒക്കെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിക്കാൻ പോവുകയാണ്. അതിനുള്ള വളരെ സുസജ്ജമായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്താണ് ഈ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം വിഷയങ്ങൾ അവഗണിക്കപ്പെടുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടി ചർച്ചയാക്കുക എന്നതും ഈ പ്രതിഷേധ പ്രകടനങ്ങളുടെ ഒരു അജണ്ടയാണ്.